സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കെഎസ്ആർടിസിയുടെ ഗ്രൗണ്ടുകളിലും സ്ഥലത്തും നടത്തും. തീയതി ലഭിച്ച അപേക്ഷകൾ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനായി എത്താനാണ് എംവിഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതിഷേധമുണ്ടായാൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും ആർടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്നും എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി തുഗ്ലക് പരിഷ്കരണം എന്ന് പോലും വിളിക്കുന്ന ഗതാഗത വകുപ്പിന്റെ പുതിയ പരീക്ഷണങ്ങളെയെല്ലാം വലിയ പ്രതിഷേധങ്ങളുമായി തന്നെ ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയല്ലേ ഗതാഗത വകുപ്പ് മാറുന്നത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം തുഗ്ലക് പരിഷ്കാരങ്ങളുടെ രീതിയുടെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ് ഗതാഗത മന്ത്രിയുടെ 4/2024 എന്നുള്ള സർക്കുലറിലുള്ളത്. ഈ സർക്കുലർ പിൻവലിക്കണം അല്ലെങ്കിൽ സാവകാശങ്ങൾ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണമെന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കുന്നത്. ഇന്നു മുതൽ അതായത് 2-ാം തീയതിയാണ് പരിഷ്കരിച്ച ടെസ്റ്റുകൾ പ്രാബല്യത്തിൽ വന്നത്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ഈ ടെസ്റ്റുകൾ മുടങ്ങുന്ന സാഹചര്യമാണ് സംസ്ഥാന വ്യാപകമായി കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലെ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുൻപിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമരം തുടരുകയാണ്. സമാനമായി ഇന്നും സമരം തുടരുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്ക് കാണുന്നത്. പോലീസിന്റെ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടെസ്റ്റിന് എത്തുന്നവരെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള കേന്ദ്രത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ആർടി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അതിനു വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അധിക സുരക്ഷ വേണമോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള രീതികളും നടപടികളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായി തന്നെ പ്രതിഷേധം ഈ കേന്ദ്രത്തിന് മുൻപിൽ തുടരുകയുമാണ്. സംയുക്ത സമരസമിതിയുടെ പേരിലുള്ളത്. പ്രത്യേകിച്ച് CITU ഉണ്ട്, INTUC ഉണ്ട്, BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഒരു പ്രതിഷേധ സമരം തങ്ങൾ തുടരുന്നത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ പരിഷ്കാരങ്ങളിൽ നടപ്പിലാക്കാൻ ഒന്നല്ലെങ്കിൽ സാവകാശം നൽകണം, ഇല്ലെങ്കിൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വന്തം വാഹനത്തിലെത്തി ഇന്നത്തെ ടെസ്റ്റ് നടത്താൻ പറ്റുന്നവർക്ക് അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ആദ്യം സ്വന്തം വാഹനത്തിൽ വരിക, അവർക്ക് സ്ലോട്ട് കിട്ടിയവർ അവരിന്ന് കേന്ദ്രങ്ങളിലേക്ക് എത്തണം. അതിനുശേഷം സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്താം. ആദ്യം സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്തുന്നു, ഒപ്പം തൊട്ടു പിന്നാലെയുള്ള വാഹനത്തിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ആർടി ഉദ്യോഗസ്ഥരും ഒക്കെ അതിലുണ്ടാകും. അതിനുശേഷം 2ാമത്തെ ടെസ്റ്റിന്റെ ഭാഗമായി ഈ വാഹനത്തിൽ സ്ലോട്ട് ലഭിച്ചെത്തിയ അപേക്ഷകർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഉദ്യോഗസ്ഥർ കയറിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികൾ. അതിനുശേഷം റോഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്യും. പക്ഷേ ഇന്ന് മുട്ടത്തറയിലെ ഈ കേന്ദ്രത്തിൽ 23 പേരുടെ അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. സ്ലോട്ട് ലഭ്യമാക്കിയിട്ടുള്ളത് 23 പേർക്കാണ്. പക്ഷേ ഇതുവരെയും ഒരാൾ പോലും ഇവിടെ ടെസ്റ്റിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്ത് ഏകദേശം 1 ലക്ഷത്തിലധികം അപേക്ഷകൾ പെൻഡിംഗ് ആയി കിടക്കുന്നു. 15,000-ത്തിലധികം പേർക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിന്റെ സ്ലോട്ട് ലഭിച്ചിട്ടും അത് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ തേടി പല ആളുകളും അപേക്ഷകരും ഇത്തരത്തിൽ സ്ലോട്ട് ലഭ്യമാക്കാനും ഒപ്പം തന്നെ ടെസ്റ്റ് നടത്താനും ഒക്കെയായി പല കേന്ദ്രങ്ങളെയും സംസ്ഥാനത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അത് വരുമാന നഷ്ടമടക്കം സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ള വിലയിരുത്തൽ കൂടി സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ ടെസ്റ്റ് പുനരാരംഭിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തുന്നത്. പോലീസ് സംരക്ഷണയിൽ തന്നെ ടെസ്റ്റിംഗ് നടത്താനുള്ള നടപടിയിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ഈ 10-ാം തീയതിയും ഈ ടെസ്റ്റ് മുടങ്ങുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ സംസ്ഥാന വ്യാപകമായി കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ KSRTCയുടെ പരിധിയിൽ വരുന്ന ഗ്രൗണ്ടുകളിലും അവരുടെ സ്ഥലത്തും ഈ ടെസ്റ്റുകൾ നടത്താനുള്ള ശ്രമത്തിലാണ് MVD ഉൾപ്പെടെ ഉള്ളത്. പക്ഷേ അതും പാളിയ സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം ഈ സ്ലോട്ട് ലഭ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള പലരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, ഡ്രൈവിംഗ് പരിശീലന മേഖല വൻകിട കുത്തക കമ്പനികൾക്ക് തീരെഴുതി നൽകാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നിവ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടും ഒക്കെയാണ് ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് ഗതാഗത മന്ത്രി അടിയന്തരമായൊരു ചർച്ച വിളിക്കണം. ഗതാഗത മന്ത്രി ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വിദേശ യാത്രയിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി അടിയന്തരമായൊരു യോഗം വിളിക്കുകയും ചർച്ച വിളിക്കുകയും ചെയ്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല. പരിഷ്കരിച്ച ടെസ്റ്റിംഗ് രീതിയുമായി ഉത്തരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട്. കൂടിയാണ് പ്രത്യക്ഷ സമരം, അനിശ്ചിതകാല സമരം അത് വീട്ടാനുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലും നീതി ലഭിക്കാത്ത സാഹചര്യം അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ടെസ്റ്റിംഗ് കേന്ദ്രത്തിലേക്ക് രാവിലെ
രണ്ടിലധികം ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 23 പേരുടെ പേര് വിളിച്ചെങ്കിൽ പോലും ആർക്കും ഈ ഒരു ടെസ്റ്റിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ടെസ്റ്റിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേവിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയാണ് തത്സമയം ചേർന്നത്.